ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓണമാണല്ലോ, ഞായറാഴ്ചയാണ്. പള്ളിയിൽ പോയി തിരിച്ചു വന്നു, ചായ കുടിച്ചു, എല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പറഞ്ഞു ഓണത്തിന് പൂക്കളമില്ലാതെ എന്ത് ഓണമാണ്. പിന്നെ പറമ്പിൽ നോക്കിയപ്പോൾ പൂക്കളൊന്നുമില്ല, അല്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഒരിടത്തും പൂക്കളൊന്നും കാണത്തില്ല. പിന്നെ തപ്പി നോക്കിയപ്പോൾ കുറച്ച് പൂക്കൾ കിട്ടി, അത്യാവശ്യം അത് വെച്ച് തപ്പൂക്കളമൊക്കെ ഇടാമെന്ന് കരുതി. ഇതിപ്പോൾ നോക്കുമ്പോൾ പൂവിനെക്കാട്ടിലും കൂടുതൽ വന്ന് ഇലയാണുള്ളത്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൂക്കളമെന്ന് പറയുമ്പോഴത്തേലും ഒരു ഒരു ഒപ്പിച്ചെടുത്തൊരു പൂക്കളം. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി അരിയാൻ ഒരു കുന്ന് സാധനങ്ങൾ തന്നു. എല്ലാവരും ഓരോരോ പണിയിലാണ്. അമ്മ അവിടെ പായസത്തിനുണ്ടാക്കുന്നു, ചേച്ചി അവിടെ തേങ്ങാപ്പാൽ പിഴിയുന്നു, ഞാനവിടെ അരിയുന്നു, അമ്മച്ചി അവിടെ ഒരു കൂട്ടം പച്ചക്കറികൾ അരിയുന്നുണ്ട്. അപ്പം ഇന്ന് കസിൻസൊക്കെ വരും, അപ്പം ഓരോരുത്തരും ഓരോന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ അവിയലും പപ്പടം, പായസം, ചോറ്, ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ കസിൻസ് വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവരും. അപ്പോൾ ഞാൻ അരിഞ്ഞു, പിന്നെ പപ്പടം കാച്ചി. ഉച്ചയായി, ഞാനാണ് വേർത്ത് കുളിച്ച് ഒരു പരുവായി. പപ്പടം എല്ലാം കാച്ചി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു വാഴയില വെട്ടാൻ. സദ്യക്ക് വാഴയില്ലാതെ എന്തൊരൂണല്ലേ. പിന്നെ കാട്ടിൽ നിന്ന് പോയി കുറേ വാഴയൊക്കെ പറിച്ച്, വാഴയെല്ലാം പറിച്ചുകൊണ്ട് തൂത്ത് തുടച്ചതല്ല അമ്മച്ചിയാണ്, ഞാൻ ജസ്റ്റ് വാഴ മാത്രമേ പറിച്ചുള്ളൂ. അങ്ങനെ വാഴയെല്ലാം പറിച്ചു. കൂട്ടത്തിൽ ചേച്ചി ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കണ്ടേ. പിന്നെ എല്ലാം കൂടെ ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തു. പതിനാല് 15 ഇല വെട്ടി. കസിൻസ് കുറേ ഉണ്ട്, അപ്പം 14-15 ഇലയെല്ലാം വെട്ടി അകത്തോട്ട് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും കസിൻസ് വന്നു. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി. കസിൻസ് വന്നപ്പോഴത്തേക്കും അമ്മച്ചി എല്ലാവർക്കും ഓണസമ്മാനമായിട്ട് പൈസ തന്നു. എല്ലാവർക്കും അമ്മച്ചി അവിടെ പൈസ തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും 500 രൂപ വെച്ച് കിട്ടി. ചേട്ടന്മാർ രണ്ടും റൂമിലായതുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. പൈസ കേട്ടപ്പോൾ രണ്ടുപേരും അവിടോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ എല്ലാവർക്കും പൈസ കിട്ടി. അമ്മച്ചിമാർ നേരത്തെ ഊണ് തുടങ്ങി. ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് ഉണ്ണായിരുന്നത്. അമ്മച്ചിമാർ ഇലയൊന്നും എടുത്തില്ല, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും നേരത്തെ ഉണ്ണാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ്, ഫോട്ടോഷൂട്ടൊന്നുമില്ല, ചെറുതായിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഇലയിലോട്ടെല്ലാം വിളമ്പി തുടങ്ങി. ചേട്ടന്മാരുടെ പ്ലേറ്റിൽ ആദ്യമേ ശർക്കര ഇട്ട് തീർന്നു. തോരൻ, പപ്പടം, ഇഞ്ചിക്കറി, പിന്നെന്താണ് സാമ്പാർ, അവിയൽ, പച്ചടി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാമായി. പായസത്തിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ എടുക്കാൻ മറന്നുപോയി. ബാക്കിയെല്ലാം ഉണ്ട്. ഇത്രയും കൂടെ കൂട്ടി എല്ലാം കൂടെ കുഴച്ച് വായിലോട്ട് വെക്കുക. സൂപ്പർ സദ്യ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പട്ടിക്ക് ടിങ്കുവിന് കുറച്ച് സദ്യ കൊടുക്കാനായിരുന്നു. ഓണമല്ലേ, ടിങ്കുവിനും വേണ്ടേ സദ്യയൊക്കെ. പട്ടിക്ക് സദ്യ കൊടുത്തതും പട്ടി ആദ്യമേ നക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ പായസത്തിൽ നിന്ന്. 2 തരം പായസവും ആദ്യമേ ഞങ്ങൾ കൂട്ടിയടിച്ച്. കുറേ നാളായിട്ട് ചോറുണ്ണാതിരുന്ന ഇവള് ഇന്ന് ചോറുണ്ണോ എന്തോ. അവൾക്കെന്തായാലും പായസം നല്ലപോലെ പിടിച്ചെന്ന് തോന്നുന്നു. പായസം മിക്കവാറും ഇപ്പം തന്നെ നക്കി തീർക്കും. പിന്നെ അമ്മമാരെല്ലാം കൂടെ ടേബിളിൽ തന്നെ ഇരുന്നു, തറയിരിക്കാൻ വയ്യെന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ പോവാണ്. ഒരു 5 മണി 5:30 ആയപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോയി.
ഇനി ഇങ്ങനൊരു ഓണം അടുത്ത വർഷം എല്ലാവരും ഇതുപോലെ കാണാൻ കഴിയട്ടെ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഓണം ഇപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം. എല്ലാവരെയും ടാറ്റ ബൈ ബൈ പറഞ്ഞു എല്ലാവരെയും യാത്രയാക്കി. ഞങ്ങളുടെ പട്ടിക്ക് അപ്പോഴാണ് വിഷമം, എല്ലാവരും പോയല്ലോ എന്ന് ഓർത്ത്. പട്ടിക്കെല്ലാവരും പോയത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അവളുടെ ഇല എന്തെങ്കിലും നക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. കുറേ നാൾ കൂടിയാണ് ചോറ് തിന്നുന്നത്. ഇത്രയും ദിവസം ചോറൊന്നും അത്ര വേണ്ടായിരുന്നു. ഇലയ്ക്കകത്ത് കൊടുത്തോണ്ടാന്ന് തോന്നുന്നു. മൊത്തം എന്തായാലും ഉണ്ടിട്ടുണ്ട്. പോയതിൻ്റെ സങ്കടത്തിൽ കൊഞ്ചിക്കാൻ വേണ്ടി കിടക്കുക. മധുരമുള്ളതെല്ലാം അവൾ ആദ്യമേ തീർത്തിട്ടുണ്ട്, ചിപ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഇത് ഞങ്ങൾ ഓണം കഴിഞ്ഞ് കറങ്ങാൻ പോയി, അത്രേ ഉള്ളൂ.